സാറിന്റെ മനസ്സിലെ സുരക്ഷിതമായ കേരളം എങ്ങനെയാണ്? ഞാൻ ആഗ്രഹിക്കുന്ന കേരളം അർദ്ധരാത്രിയിലും ഒരു സ്ത്രീ തലയിൽ സ്വർണ്ണക്കുടം വെച്ച് നടന്നാലും ഭയപ്പെടേണ്ട എന്ന സാഹചര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദർശ് ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമാണ്. തൂഫാനിൽപ്പെട്ടവരെയൊക്കെ തൂക്കുന്ന ഓണമാണ്. കൊച്ചിയിൽ ഓപ്പറേഷൻ തൂഫാൻ പിടികൂടിയത് 15 കിലോയിലധികം കഞ്ചാവ്. തൽക്കാലം ലഹരി കിട്ടും, പക്ഷെ പിന്നെ ജീവിതം പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, തുഫാനോട് സഹകരിക്കണം. അവരെ കൊണ്ട് നിർത്തിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലാണ്ട് അവരെ ശിക്ഷിക്കണമെന്നുള്ള അർത്ഥത്തിലായിരുന്നു. പണ്ട് ഓപ്പറേഷൻ കുബേര ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ. അപ്പോൾ ഈ പേരുകൾ ഓപ്പറേഷൻ ഗ്രിപ്പ്. അപ്പോൾ ഈ പേരുകൾ എങ്ങനെയാണ് സാർ കണ്ടെത്തുന്നത്? നമ്മൾ ചർച്ച ചെയ്ത് വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇത് തൂഫാൻ അടിക്കും ഏതായാലും ഇതെല്ലാം പിടിച്ചാൽ. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ഇട്ടാൽ മതി. ഇതാണ് സാധനം, പവർഫുൾ ആയിട്ടുള്ളൊരു. യെസ്, അതെ, കൊടുങ്കാറ്റല്ലേ. കൊടുങ്കാറ്റായി. എത്ര സമയം ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി മാറ്റി വെക്കാം? അങ്ങനെയല്ല, പ്രയോറിറ്റി അനുസരിച്ച്. പ്രധാനപ്പെട്ടത് ഹോം തന്നെയാണ്. ഈ ഹോം എന്ന് വെച്ചാൽ തലവേദനയാണ്, രാത്രി ഉറങ്ങാനേ പറ്റില്ല. രാത്രി മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അപ്പം നമ്മൾ ഉണർന്നിരിക്കണം. നാട്ടുകാർ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം. മൈ പോലീസ് സ്റ്റേഷൻ എല്ലാവരും അങ്ങനെ ചെല്ലും. ഇത് മൈ പോലീസ് സ്റ്റേഷൻ. എന്തൊക്കെയാണ് സാർ ഈ മൈ പോലീസ് സ്റ്റേഷനിൽ? അവിടെ ചെല്ലുന്ന ആളുകൾക്ക് തോന്നണം ഇതെൻ്റെ പോലീസ് സ്റ്റേഷനാണ്. അത് വൃത്തിയായിട്ടിരിക്കും. അവിടെ ചെല്ലുന്നവർക്ക് അവരെ സ്വീകരിക്കുക, അവരെ ഇരുത്തുക, സംസാരിക്കുക, ഗുഡ് മോർണിംഗ് പറയുക. പോലീസ് സ്റ്റേഷൻ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ. പോലീസിനെ ആരും പേടിക്കണ്ട, കള്ളന്മാർ പേടിച്ചാൽ മതി. നിയമം ലംഘിക്കുന്നവർ പേടിച്ചാൽ, അല്ല പിന്നെ മറ്റുള്ളവരെ പേടിക്കും. ആദർശ് പേടിക്കണ്ട. ഇല്ല സാർ, ഹായ് ഗൈസ്, ഇത്തവണത്തെ ഓണം തൂഫാനാക്കാൻ വേണ്ടി ക്ലബ് എഫ് എമ്മിൻ്റെ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല സാറാണ്. ഹായ് സാർ, വെൽക്കം ടു ക്ലബ് എഫ് എം. ആദർശ് ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമാണ്. തൂഫാൻ ഓണമാണ്. അതെ, ഓക്കെ. തൂഫാനിൽപ്പെട്ടവരെയൊക്കെ തൂക്കുന്ന ഓണമാണ്. എനിക്ക് തോന്നുന്നു സാറ് കയറി ഉടനെ തുടങ്ങിയൊരു പരിപാടിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നാലോ അല്ലെങ്കിൽ എവിടെ നോക്കിയാലോ ഫുൾ തൂഫാൻ ചർച്ചകളാണ്. അപ്പോൾ അതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? വളരെ നല്ലതല്ലേ, നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കാനല്ലേ. ഓക്കെ, ഇവരെല്ലാം തൂഫാനിൽപ്പെട്ട ആളുകളെ മുഴുവൻ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? പാടില്ല. ഇതിനകത്ത് അവരെ കൊണ്ട് നിർത്തിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അല്ലാണ്ട് അവരെ ശിക്ഷിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. കുറ്റം ചെയ്ത ആളുകൾക്ക് ശിക്ഷ കൊടുക്കേണ്ടി വരും. ഓക്കെ, നിരപരാധികളായ ആളുകളുണ്ടെങ്കിൽ അവരിപ്പോഴും നിർത്തിക്കണം. അതെ, ഇല്ലെങ്കിൽ തൂഫാൻ. ക്ലബ് എഫ് എമ്മിലൂടെ കിട്ടുന്ന ഈ വാർത്ത അനുസരിച്ച് തുഫാൻ ശക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. പിറകെ ഉണ്ട്, കണ്ണുണ്ട്, എപ്പോൾ വേണേലും പിടിക്കും. അതുകൊണ്ട് ഈ പരിപാടി നിർത്തുക. അതെ, അതാണ് സാറിന് പറയാനുള്ളത്. അതെ, തുഫാൻ ഒരു മിനിറ്റിലേക്കേ ഉള്ളൂ ഒരു ആസ്വാദനം. നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്. തൽക്കാലം ലഹരി കിട്ടും, പക്ഷെ പിന്നെ ജീവിതം പോകും. അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, തുഫാനോട് സഹകരിക്കണം. അതെ, നിർത്തണം. തീർച്ചയായും, അതാണ് എൻ്റെ അഭ്യർത്ഥന. ഓക്കെ സാർ, എന്തായാലും സാറിൻ്റെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ്സും കാണാനുണ്ട് തൂഫാൻ സക്സസ്ഫുൾ ആയതിൻ്റെ. എന്തായാലും ഓണമാണ് സാർ. സാറിൻ്റെ ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? കാര്യം ഒരു മിനിസ്റ്റർ ആയി കഴിയുമ്പോഴുള്ള തിരക്ക് നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഇത്തവണത്തെ ഓണം എങ്ങനെയാണ്? ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം ഓണക്കാലത്താണ് ഈ ലഹരി കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ പത്രത്തിലൊക്കെ വരില്ല, ഏറ്റവും കൂടുതൽ കുടിച്ച ആളുകൾ ഇന്ന സ്ഥലത്തുകാരനാണ്. രണ്ടാം സ്ഥാനം ഇതെന്ത് വള്ളംകളി മത്സരമാണ്. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും. മദ്യം കുടിക്കുന്നവർക്കാണ് ഒന്നാം സ്ഥാനം, അടുത്ത സ്ഥലത്ത് രണ്ടാം സ്ഥാനം. ഓക്കെ, അതൊക്കെ നിർത്തണം. ലഹരി ഉപേക്ഷിക്കണം. ഓക്കെ, മനുഷ്യർ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഈ ലഹരിക്കെതിരെ മുന്നോട്ട് വരണം. അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സാർ. എന്തായാലും തൂഫാൻ ഒരു ഉഗ്രൻ കൈയടി. സാറിൻ്റെ ഇത്തവണത്തെ ഓണം വീട്ടുകാരുമായിട്ട് എങ്ങനെയാണ്, ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? എല്ലാ ഓണവും വീട്ടുകാർ, കഴിഞ്ഞ ഓണത്തെ അമ്മയുണ്ടായിരുന്നു, ഇത്തവണ അമ്മയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് ഓണം വലിയ ആഘോഷമൊന്നുമില്ല. പിന്നെ ഓണത്തിന് എല്ലാവരും കൂടെ ഒരു ഭക്ഷണം കഴിക്കണം. അതല്ലാതെ വലിയ ഓണാഘോഷം ഇത്താൻ അമ്മ മരിച്ചുകൊണ്ടില്ല എന്നുള്ളതാണ് സത്യം. അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ഒരുപക്ഷെ അമ്മയായിട്ടായിരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഓണം മെമ്മറീസ് ഉള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി സാർ? തീർച്ചയായിട്ടും അമ്മയാണ് ഓണം ഒരുക്കുന്നത്. ഓക്കെ, അതിന് 1 മാസം മുമ്പ് പണി തുടങ്ങും. ഓക്കെ, അന്ന് നമ്മുടെ നാട്ടിൽ ചെന്നിത്തല കണ്ടത്തിൽ നെല്ല് കൊയ്തുകൊണ്ട് വരും. ആ നെല്ല് ഉണക്കും. ആ നെല്ല് പിന്നെ ഇടിച്ച് ഉരലിട്ടിടിച്ച് നെല്ല് കുത്തിയെടുത്ത് അതാണ് നമ്മൾ അരിയായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ നാട്ടിലൊക്കെ നടന്ന് ഞങ്ങൾ തുമ്പപ്പൂവൊക്കെ പറിച്ച് പൂക്കളെ വിടും. ഓക്കെ, അതൊക്കെ ഒരു വലിയ മധുരമായ ഓർമ്മകളാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം തുമ്പപ്പൂവും ഇല്ല, തുമ്പയില്ല. അതാ സ്ഥിതി. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോം മിനിസ്റ്ററിൻ്റെ ഹോമിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സാറ് ശരിക്കും തിരക്കിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കയറി ചെല്ലുന്ന സ്ഥലം ഏതാണ്? ഹാളിൽ ഇരിക്കാറാണോ പതിവ്? മുറിയിലേക്കാണോ? അല്ല ഇനി കിച്ചണിലേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലാറാണോ പതിവ്? എന്താണ്? മിക്കവാറും വിശന്നാ വരുന്നത്. അതുകൊണ്ട് നേരത്തെ ഡൈനിങ് റൂം
മേശയിലേക്ക് ഇരിക്കാനുള്ളതാണ്, ഓക്കെ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി. പക്ഷെ അന്നേരം ഇവിടെ ആളായിരിക്കും, അതുകൊണ്ട് ആളുകളെ വിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അതെ, എനിക്ക് പുറത്തൊരു റൂമുണ്ട്. അപ്പോൾ സാറ് വന്ന ഉടനെ അതിനകത്ത് കയറി ഇരുന്ന് എല്ലാവരെയും മീറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക്. പിന്നെ അകത്തേക്ക് പോകുന്നത്. സാറിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള സക്സസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പേരുകൾ ഭയങ്കര ഹൈലൈറ്റ് ആണ്. പണ്ട് ഓപ്പറേഷൻ കുബേര ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓപ്പറേഷൻ സീറോ. അപ്പോൾ ഈ പേരുകൾ ഓപ്പറേഷൻ ഗ്രിപ്പ്. ഓക്കെ. അപ്പോൾ ഈ പേരുകൾ എങ്ങനെയാണ് സാറ് കണ്ടെത്തുന്നത്? അതിങ്ങനെ കണ്ടെത്തുകയാണ്. നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും പേരുകൾ. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ തന്നെ പലരോടും ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത് വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇത് തൂഫാൻ അടിക്കും, ഏതായാലും ഇതെല്ലാം പിടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ഇട്ടാൽ മതി, ഇതാണ് സാധനം. റീറ്റായി. അങ്ങനെയാണ് തൂഫാനായത്. അതാണ് തൂഫാൻ്റെ പിന്നിലെ കഥ. ആരാണ് ആ പേരിട്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അങ്ങനെയല്ല, മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ. ആ പേര് പറഞ്ഞല്ല, പുള്ളി ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ഓക്കെ. തുഫാൻ കൊള്ളാമല്ലോ. ഈ രമേശ് തുഫാൻ യഥാർത്ഥ ഒരു അറബി ഭാഷയാണ്, അറേബ്യൻ ഹിന്ദിയിലേക്ക് വന്നു. ഓക്കെ. ആക്ച്വലി ഇപ്പോൾ ഹിന്ദിയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു വാക്കായി അല്ലേ, പവർഫുൾ ആയിട്ടുള്ളൊരു. യെസ്, അതെ, കൊടുങ്കാറ്റല്ലേ, കൊടുങ്കാറ്റായി. ഓക്കെ. സാറ് ഇപ്പോഴും ലൈക്ക് ഇത്രയും പേരെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എനർജി വേണം. സാറിൻ്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ്? ഞാൻ വെജാണ് സാർ, വെജ് വെജിറ്റേറിയനാണ്. അല്ല, സാറിൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്? ഫുഡ് അങ്ങനെയൊന്നുമില്ല, കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ എപ്പോഴാണ് കഴിക്കുന്നത് അറിയത്തില്ല. ഓക്കെ. എന്നാലും കഴിക്കിരിക്കും എപ്പോഴെങ്കിലും. ഓക്കെ. കേരളത്തിൽ ഇപ്പോഴും ആ ഒരു റെക്കോർഡ് സാറിൻ്റെ കയ്യിലാണ്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ മിനിസ്റ്ററായ ആൾ 28ാമത്തെ വയസ്സിൽ എനിക്കൊന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഹിമാചലിൽ ചെന്ന് നിന്നപ്പോഴാണ് തിരിച്ചു വരൂ, ഒരു മിനിസ്റ്റർ പദവിയുടെ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക. ശരിക്കും ആ ഒരു സമയത്ത് കയ്യിലേക്കൊരു മിനിസ്റ്റർ പദവി വരികയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു പരിഭ്രമം ഉണ്ട്, കാരണം നമ്മളങ്ങനെ ആവശ്യപ്പെട്ടതല്ലോ. അവൻ പറഞ്ഞപ്പോൾ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള സംശയങ്ങളും. ഓക്കെ. പക്ഷെ ആ കാലത്ത് നല്ല നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് കിട്ടിയത്, ഗ്രാമവികസനം, റൂറൽ ഡെവലപ്മെൻറ്റ്. അത് ആ കാലഘട്ടത്തിൽ നല്ല ഫണ്ടുണ്ടായിരുന്നു. ഓക്കെ. രാജീവ് ഗാന്ധിയെ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് കുറേ 10 കോടി രൂപ അപ്പം തന്നെ അനുവദിപ്പിച്ചത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സരള ഗ്രവാളായിരുന്നു. അവരെ വിളിച്ച് പറഞ്ഞു, ഫണ്ടില്ല എന്ന് പറഞ്ഞു, ഫണ്ട് അനുവദിക്കാൻ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് അനുവദിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 10-12 മാസമേ കിട്ടിയുള്ളൂ. ഉള്ള സമയം കൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. റോഡ് കൊടുക്കുക, ആളുകളെ സഹായിക്കാനുള്ള പുതിയ പദ്ധതികൾ. അന്ന് NREGP RLEGP 2 ഗ്രാമീണ പദ്ധതികളുണ്ടായിരുന്നു. അതിനാണ് ഈ പണം അനുവദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം റോഡുകളും പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ. വീടുകൾ കൊടുത്തു, പട്ടിണി പാവങ്ങൾക്ക് വീടുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ പാവങ്ങൾക്ക് വീടുകൾ കൊടുത്തു. അതെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാര്യം. ഓക്കെ. സാറിപ്പോൾ അന്നത്തെ രമേശ് ചെന്നിത്തലയല്ല ഇന്നത്തെ രമേശ് ചെന്നിത്തല. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വകുപ്പുകൾ. ഇപ്പം ഹോമം നമ്മൾ എടുത്തു പറയുമെങ്കിലും പ്രസിഡന്റ് ഉണ്ട്, പിന്നെ അതുപോലെ കൊയർ വകുപ്പുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫയർ ഉണ്ട്, വിജിലൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ശരിക്കും എത്ര സമയം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടി മാറ്റി വെക്കാം? അങ്ങനെയല്ല, പ്രയോറിറ്റി അനുസരിച്ച് പ്രധാനപ്പെട്ടത് ഹോം തന്നെയാണ്. പിന്നെ അനുബന്ധമായ വകുപ്പുകളാണ് മറ്റെല്ലാം. ഓക്കെ. ഈ ഹോം എന്ന് വെച്ചാൽ തലവേദനയാണ്, രാത്രി ഉറങ്ങാനേ പറ്റില്ല. അയ്യോ, രാത്രി മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. അപ്പം നമ്മൾ ഉണർന്നിരിക്കണം. ഓക്കെ. നാട്ടുകാർ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം. അതെ, അവരുണർന്നിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഉറങ്ങാം. കൗതുകം കൊണ്ട് ചോദിക്കുകയാണേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആളാണ്. സാർ എപ്പോഴെങ്കിലും തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഉപയോഗിക്കേണ്ടി വന്നിട്ടുമില്ല. ഓക്കെ. ഹോം മിനിസ്റ്ററിന് ഇതിന് ഉള്ള ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ സാധാരണ? പണ്ട് NCC ഉള്ള കാലത്ത് ഷൂട്ടിംഗ് പ്രാക്ടീസിന് പോകുമായിരുന്നു. എവിടെയായിരുന്നു? അത് സ്കൂളിലൊക്കെ. അപ്പം അന്ന് വലിയ മറ്റേ നീളം. ഓക്കെ. സാറ് ലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മിനിസ്റ്ററായത്. ശരിക്കും ലോ എടുത്തത് രാഷ്ട്രീയം അല്ലെങ്കിൽ ലോ എടുത്തില്ല. ഫൈനൽ ഇയർ എക്സാമിനേഷൻ ആയപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അസംബ്ലി ഇലക്ഷൻ വന്നു പോയി. ഓക്കെ. പിന്നെ അതുകൊണ്ട് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു. പൂർത്തീകരിക്കാൻ ഇനിയിപ്പോൾ ആഗ്രഹം പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നമ്മുടെ കേരളത്തിലെ 89ാമത്തെ വയസ്സിലും 90ാമത്തെ വയസ്സിലും വരെ ആൾക്കാർ എഴുതിയെടുക്കുന്ന SLC ഒക്കെ എഴുതിയെടുക്കാറുണ്ട്. അപ്പോൾ സാർ ഇപ്പോഴും എങ്ങാണ് ആക്ച്വലി എനർജി ഹൈ ആണ്, എഴുതിയെടുക്കാനായിട്ടുള്ള പ്ലാൻ വല്ലതും? ഇടയ്ക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടാൻ പോയി, അത് പിന്നെ നടന്നില്ല. നോക്കാം നമുക്ക്. ഇപ്പം എന്തായാലും എഴുതിയെടുക്കുന്നെങ്കിൽ അതൊരു സെലിബ്രേഷൻ. അതെ. അന്ന് ഞാൻ വിളിക്കാം കേട്ടോ. ആദർശനെ വരും. സാറിനെ കുറിച്ച് അല്ലാണ്ട് സാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സുഹൃത്ത് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുള്ളത് സാറൊരു കില്ലാടിയാണെന്നുള്ളൊരു കാര്യം. സുഹൃത്തുക്കളോടെ എപ്പോഴും ഒരുമിച്ച് കൂടും. എല്ലാ മാസവും കൂട്ടുകാരുമായിട്ട് സാറിന് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും. അതല്ല, അത് നമ്മുടെ ഇതാണ് LLBക്ക് ഒരുമിച്ച് പഠിച്ചവരുടെ കാര്യം. അതെ. അത് എല്ലാ വർഷവും ഡിസംബർ 2ാം ആഴ്ച ശനിയാഴ്ച ഞങ്ങൾ എവിടെയാണെങ്കിലും ഒരുമിച്ച് കൂടുക. എല്ലാ വർഷവും. അത് ഞങ്ങളുടെ ക്യാമ്പസ്
അന്ന് പഠിച്ച ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ച കാലത്തെ കുട്ടികളുമായിട്ടുള്ള ഒരു മിലൻ. അതെ. അന്ന് ആ സമയങ്ങളിൽ സാർ അവരുമായിട്ട് ഒത്ത് പാട്ട് പാടാറുണ്ട് എന്നും ഞാൻ അറിഞ്ഞായിരുന്നു. പാട്ടായിട്ടൊന്നുമില്ല, എന്നാലും പാടുന്ന കൂട്ടത്തിൽ ഞാനിവിടെ കൂടും. ഓക്കെ സാർ, ഒരു പാട്ട് പാട്ട് ഒരു അവർ പാട്ട് പാടുമ്പോൾ അവരോടൊപ്പം മൂളുക മാത്രമേ ഉള്ളൂ. സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കാം. ചന്ദ്രകളഭം പാട്ടറിയാം, പക്ഷെ ലിറിക്സ് അറിയില്ല. പഠിക്കും അയ്യോ, ടഫായി. ഞാൻ പാടുണ്ടാവും, അത് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ സാറ് കൊച്ചുമക്കളുമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, അവരുടെ അടുത്തുള്ളൊരു വാത്സല്യം. തീർച്ചയായിട്ടും അവർക്കല്ലേ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, കഴിയുന്നില്ല. പക്ഷേ ഓക്കെ, ഞാനിപ്പോൾ വന്നപ്പോഴും കുഞ്ഞു മോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ടോ? ചിലപ്പോൾ പറഞ്ഞു ഞാൻ പത്രക്കാരെ ഒന്ന് കണ്ടേച്ച് വരേണ്ടത്. ഓ, ഇപ്പോഴേ ഒരു മിനിസ്റ്റർ ആയല്ലേ. സാറിന് മകൻ IARS കഴിഞ്ഞിട്ട് അതെ ഇപ്പം എവിടെയാണ്? ഇപ്പോൾ എറണാകുളത്താണ്. ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻകം ടാക്സ്. ഓ, അടിപൊളി. മൂത്തയാൾ ഡോക്ടർ SUT. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പം നമുക്കറിയാം ഒരുപാട് ഫേക്ക് ന്യൂസും വരാറുണ്ട്, അതുപോലെ തന്നെ എല്ലാ ന്യൂസും ഇൻസ്റ്റൻ്റ് ആയിട്ടും അറിയാറുണ്ട്. അപ്പോൾ സാർ എത്രത്തോളം കെയർഫുൾ ആണ്? അല്ല, നമ്മൾ പൊതുവെ കെയർഫുള്ളാണ്. കാരണം നമ്മളില്ല, പ്രത്യേകിച്ച് മന്ത്രിയായി കഴിയുമ്പോൾ നമ്മൾ കെയർഫുൾ ആവണമല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഓക്കെ. ചിലപ്പോൾ ചെറിയ വാക്കിൻ്റെ വ്യത്യാസത്തിൽ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ കെയർഫുള്ളായിരിക്കണം. സാർ, നമ്മുടെ മാതൃഭൂമിക്ക് ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. അപ്പം അതായത് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആൾക്കാരിലേക്ക് അറിയിക്കുന്നത് ഇങ്ങനെ അല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് സാറിന് എന്താ? വളരെ നല്ല വളരെ നല്ല കാര്യമാണ്. ചിലപ്പോൾ നമുക്കെല്ലാം തെറ്റ് പറ്റും, പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ തെറ്റ് പറ്റിയാൽ ആരും തെറ്റ് പറ്റിയെന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ ഫാക്ട് ചെക്കിംഗ് ഉള്ള മാതൃഭൂമിയുടെ നീക്കം വളരെ ശ്ലാഘനീയമാണ്, അഭിനന്ദനീയമാണ്. ഇപ്പോൾ ജെൻസിയുടെ കാലഘട്ടമാണ്, ജെൻസീസ് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്കൊന്ന് തൂഫാനൊക്കെ വന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് എന്നുള്ളൊരു. തൂഫാൻ ജെൻസിക്ക് വേണ്ടിയാണ് പ്രധാനം, അവരെ അതിനെ പിന്തിരിപ്പിക്കാനാണ്. മനസ്സിലായി. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അതിനകത്ത് നമുക്ക് കരകയറ്റാം, അല്ലാത്തവരെ നമ്മൾ തൂക്കണം. സാറിന് ഈ ജെൻസി വാക്കുകളൊക്കെ അറിയോ, അവരുടെ വൈബിലുള്ള? പിന്നെ അവരുടെ കൂടെ അല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഏതൊക്കെ വാക്ക് പഠിച്ചു? ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ അതൊക്കെ പഠിച്ചോ? ഇതൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കേട്ടോണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ സാറിൻ്റെ ഇടയ്ക്ക് വൈറലായ ഒരു പിക്കായിരുന്നു നമ്മുടെ CM വിജയ് ആയിട്ടുള്ളൊരു പിക്ക്. അപ്പോൾ മീറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അവിടെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. വലിയ സംഭവം. ആദ്യം സീരിയസ് ആയിട്ട് ആദ്യം ഫോട്ടോ എടുത്തു, പിന്നെ അരമണിക്കൂർ ഡിസ്കഷൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പറയാനുള്ള അവിടുത്തെ DGP ഉദ്യോഗസ്ഥന്മാർ, ആൻറ്റി നർക്കോട്ടിക് ആളുകളെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തത്. അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പിന്നെ 63 വനിതാ SHOമാരെ നിയമിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. എന്നോട് ചോദിച്ചു, തമിഴ്നാട്ടിൽ സ്ത്രീകളാണ് പലയിടത്ത് SHOമാർ. ഓക്കെ, എന്നോട് ചോദിച്ചു കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ട് SHOമാർ? ആരുമില്ല. ഓക്കെ, അപ്പം അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് ഇപ്പോൾ 64 SHOമാരെ നമ്മളിപ്പം സ്ത്രീകളാക്കിയത്. ഓക്കെ, വലിയൊരു മാറ്റമാണ്. അതെ, വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ സാർ, പണ്ട് എനിക്കൊന്ന് 20 വർഷം മുമ്പ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ കേരളത്തിൽ വന്നു. അതിങ്ങനെ ലൈക്ക് അതൊരു റെവല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ സാറ് പുതിയൊരു മൈ പോലീസ് സ്റ്റേഷൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഇത് മൈ പോലീസ് സ്റ്റേഷൻ. എന്തൊക്കെയാണ് സാർ ഈ മൈ പോലീസ് സ്റ്റേഷനിൽ? അവിടെ ചെല്ലുന്ന ആളുകൾക്ക് തോന്നണം ഇതെൻ്റെ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, അത് വൃത്തിയായിട്ടിരിക്കണം. അത് തുരുമ്പം പഴയ വണ്ടിയൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു, വിൽക്കാൻ പറഞ്ഞു, പണം കൊണ്ട് ട്രഷറി അടയ്ക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ ചെല്ലുന്നവർക്ക് അവരെ സ്വീകരിക്കുക, അവരെ ഇരുത്തുക, സംസാരിക്കുക, അല്പം വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കുക, ഗുഡ് മോർണിംഗ് പറയുക, ഇതൊക്കെ വേണം. പോലീസ് സ്റ്റേഷൻ കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ, ജനങ്ങൾക്ക് സൗഹൃദമായ ഒരു. അതെ, അകത്തും പുറത്തും നല്ല വ്യത്യാസം ഉണ്ടാകണം പോലീസ്. ഓക്കെ, അതാണ് ചെല്ലുന്നവർക്കെല്ലാം ഫീൽ ചെയ്യണം ഇതെൻ്റെ പോലീസ് സ്റ്റേഷൻ. അതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്തൊരു റെവല്യൂഷൻ ആണല്ലേ അത്? തീർച്ചയായിട്ടും. പോലീസിനെ ആരും പേടിക്കണ്ട, കള്ളന്മാർ പേടിച്ചാൽ മതി. നിയമം ലംഘിക്കുന്നവർ പേടിച്ചാൽ, അല്ല പിന്നെ മറ്റുള്ളവരെ പേടിക്കുന്നു. അതെ, ആദർശ് പേടിക്കണ്ട. ഇല്ല സാർ, എനിക്ക് പേടി ഉണ്ടോ? ഇല്ല, ബഹുമാനമേ ഉള്ളൂ. നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരെന്നുള്ളൊരു രീതിയിൽ. കാവലാൾ. അതെ, കാവലാൾ. ശരിക്കും ഇടയ്ക്ക് വെച്ച് കുറച്ച് നാൾ മുമ്പ് കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ പോലീസുകാർ, ഇപ്പോൾ ജനങ്ങൾ തിരിച്ചാണെങ്കിൽ സാറെന്നൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി വിളിക്കുന്നത്. അപ്പോൾ തിരിച്ച് അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ ഇപ്പം ഡാ, ഡി അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ പോലീസുകാർ എന്തായിരിക്കും ശരിക്കും പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിയുമ്പോൾ വണ്ടി നിർത്താനാണെങ്കിൽ വണ്ടി നിർത്ത് എന്നല്ലാണ്ട് ഇപ്പോൾ വേറെ എന്ത് വാക്ക് ഉപയോഗിക്കാം എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ സാർ എപ്പോഴെങ്കിലും അതിനായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഒരു ടേം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ?
അല്ല അതിപ്പം നമ്മൾ ആരും മോശക്കാരാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതെ. ചിലരുടെ പേര് വിളിക്കാം, പേരറിയാം, അല്ലെങ്കിൽ ആ സുഹൃത്തെ നിർത്ത് എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം. അല്ലാണ്ട് പോലീസ് സ്റ്റേഷൻ വരുമ്പോഴൊരു അടി, തിരിച്ച് പോകുമ്പോഴൊരു അടി, നടയടി പണ്ടുണ്ടായിരുന്നു. ഓക്കെ. ഹെഡ് കുട്ടമ്പിള്ളയുടെ രീതി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ടായിരുന്നു. അതൊന്നും ഇപ്പം പറ്റില്ല. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ മീശയോ കപ്പട മീശയൊക്കെ വെച്ച് ഹാഫ് പാൻറ്റും ഒക്കെ ഇട്ട് വരുന്നവരെയാണ് പണ്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അതെ, പഴയ പോലീസ്. ഹെഡ് കുട്ടമ്പിള്ള. ആ. ഹെഡ് കുട്ടമ്പിള്ള വന്നാൽ ആൾ പേടിയാണ്, എല്ലാവരും വീട്ടിൽ കയറും. ഭയമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പോലീസുകാർ സൗഹൃദം കാണിക്കണം എല്ലാവരോടും, നിയമം ലംഘിക്കുന്നവരോട് ശക്തമായ നടപടികൾ. ഓക്കെ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ ഒരു വാക്ക് മുന്നോട്ട് വെക്കുന്നതിൽ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ഇങ്ങനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും, ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ. ഇപ്പം സുഹൃത്തേന്ന് സാറ് പറഞ്ഞില്ലേ, അത് മനോഹരമായിട്ടുള്ളൊരു വാക്കാണ്. ഏതൊരു ജെൻഡറിനെയും റെസ്പെക്ട്ഫുള്ളി നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇപ്പം ഈ മൈ പോലീസ് സ്റ്റേഷൻ വരുന്ന സമയത്ത് സുഹൃത്തേ എന്ന് പറയുന്ന ഒരു വാക്കോ അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മളിപ്പോൾ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയണം, ഗുഡ് ഈവനിങ് പറയണം. ആദർശ് പറഞ്ഞത് നല്ലൊരു കാര്യം, നമ്മൾ ആലോചിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ എൻ്റെ അടുത്ത് പറയണം അങ്ങനെ ഒരു സംഭവം വരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റമാവാൻ ചാൻസ് ഉണ്ട്. കള്ളം കയറി സുഹൃത്തിനെ വിളിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ. സാറിൻ്റെ മനസ്സിലെ സുരക്ഷിതമായ കേരളം എങ്ങനെയാണ്? ഞാൻ ആഗ്രഹിക്കുന്ന കേരളം, അർദ്ധരാത്രിയിലും ഒരു സ്ത്രീ തലയിൽ സ്വർണ്ണക്കുടം വെച്ച് നടന്നാലും ഭയപ്പെടേണ്ട എന്ന സാഹചര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, ശരിക്കും അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. തൂഫാനിലെങ്കിലും വെട്ടുകളയല്ലേ കേട്ടോ? ഇല്ല. എന്തായാലും ഇത്തവണത്തെ ഓണം തൂഫാനാണ്. രമേശ് ചെന്നിത്തല സാർ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ്. താങ്ക് യു ആദർശ്, വളരെ സന്തോഷമുണ്ട്. ക്ലബ് FM-ന് എൻ്റെ എല്ലാവിധ ആശംസകളും, മാതൃഭൂമിക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തൂഫാൻ എത്തട്ടെ എന്നാണ് എൻ്റെ ആശംസ.